ഇത്തവണ ഇവിടുത്തെ ഇടതും വലതും കൂടിയിട്ട് ഒരു ഉഭയകക്ഷി കരാറുണ്ടാക്കിയിരിക്കുക. ഈ കരാറനുസരിച്ച് ഇടതിലെ 11 രാഷ്ട്രീയ പാർട്ടികൾ, വലതിലെ 11 രാഷ്ട്രീയ പാർട്ടികൾ, അതുകൂടാതെ വെൽഫെയർ പാർട്ടി, SDPI, PDP, അങ്ങനെ 25 പാർട്ടികളുടെ ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കിയിരിക്കുക അവർ. അപ്പോൾ ഇത്തവണ ഈ പറയുന്ന എല്ലാ പാർട്ടിക്കാരും, ഈ 25 പാർട്ടിക്കാർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം. അങ്ങനെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് ഈ പഞ്ചായത്ത് കോൺഗ്രസ്സിന് ഭരണം കൊടുക്കണം. അതാണ് കരാറിലെ ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അതിന് പ്രത്യുപകാരമായിട്ട് വരുന്ന 4 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരും ബാക്കിയുള്ള എല്ലാവരും അരിവാൾ സിറ്റിയിൽ വോട്ട് ചെയ്ത് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ശ്രീനിജനെ വീണ്ടും MLA ആക്കണം. മൂന്നാമത്, ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ഭരിച്ച് ഏതാണ്ട് 32 കോടി രൂപ നീക്കിയിരിപ്പുണ്ട്. ഇത് തുല്യമായിട്ട് വീതിച്ച് ഇടതും വലതും കൂടി എടുക്കണം. ഈ 3 കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കരാറിൻ്റെ ഭാഗമായിട്ടാണ് ഈ തവണ ഇടതിലെ, അതായത് CPM-ൻ്റെ ഒറ്റ നേതാക്കന്മാർ പോലും മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ആ കരാറിലെ ഒരു ഇതാണ്. അതുകൊണ്ടാണ് നേതാക്കന്മാർ, കാരണം ഈ തവണത്തെ പഞ്ചായത്ത് ഭരണം കോൺഗ്രസിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ CPM-കാരായിട്ടുള്ള എല്ലാവരും ഈ തവണ ഈ പറയുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്യണം. ഇനി ഇവർ അതിന് കണ്ടിരിക്കുന്ന ഒരു വിദ്യ എന്ന് പറയുന്നത് സ്വതന്ത്ര മുന്നണി, ജനകീയ മുന്നണി, ജനകീയ സാരഥി, ഇങ്ങനെയൊക്കെ വിവിധ പേരുകൾ ഉണ്ടാക്കിയിട്ട് ആരും തന്നെ ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ 25 പാർട്ടികൾ നിന്ന് 2020 ഏറ്റുമുട്ടുക. കാരണം ഒറ്റയ്ക്ക് നിന്നാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നറിയാം. ഇനിയിപ്പോൾ 25 പേര് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. പക്ഷേ ഒറ്റയ്ക്ക് നിന്നാൽ ദയനീയ പരാജയമായിരിക്കും. ഈ പാർട്ടി ഈ മണ്ണിൽ നിന്ന് തന്നെ CPM-ഉം കോൺഗ്രസും ഇല്ലാതെയാവുമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്.